ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൺ ഔട്ടിനെ കുറിച്ചിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റൺ ഔട്ട്, റൺ ഔട്ടൊക്കെ. നമ്മളെന്തെങ്കിലും തീർന്നു പോയി, അതായത് സംതിങ് ഹാപ്പൻഡ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ഒരു സംഭവം എന്നാൽ അത് ഫിനിഷ്ഡ് ആയിട്ടുണ്ട്, ഇറ്റ് ഗോട്ട് ഫിനിഷ്ഡ് ആയിട്ടുള്ള സംഭവത്തിനെയാണ് നമ്മൾക്കിപ്പോൾ കഴിഞ്ഞു പോയി അല്ലെങ്കിൽ തീർന്നു പോയി എന്നുള്ളതിനൊക്കെ ഇത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അവന് ആശയങ്ങൾ തീർന്നു എന്നൊക്കെ ഉള്ളതിന് എന്താ നമ്മൾ പറയുക, ഹി റൺ ഔട്ട് ഓഫ് ഐഡിയാസ്. അവൻ്റെ ഐഡിയ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൺ ഔട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് അവിടെ തീർന്നത് അതാണ് പിന്നെ ആ ഓഫിന് അപ്പുറത്തോട്ട് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഐഡിയാസാണ് കഴിഞ്ഞിട്ടുള്ളത്, റൺ ഔട്ട് ഓഫ് ഐഡിയാസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പാസ്റ്റായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഹാപ്പൻഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ വരുന്നത്. അതോടൊപ്പം അത് തീർന്നു പോയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് കടയിൽ പാല് തീർന്നു, അവിടെ പാലാണ് തീർന്നത്. ദ ഷോപ്പ് റൺ ഔട്ട് ഓഫ് മിൽക്ക്, അവർക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പാല് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തേർഡ് വൺ, എൻ്റെ ഫോണിൻ്റെ ബാറ്ററി തീർന്നു, മൈ ഫോൺ റൺ ഔട്ട് ഓഫ് ബാറ്ററി. എൻ്റെ ഫോണിൽ എന്താണോ കഴിഞ്ഞിട്ടുള്ളത്, ബാറ്ററിയാണ് കഴിഞ്ഞിട്ടുള്ളത്, അതാണ് റൺ ഔട്ട് ഓഫ് ബാറ്ററി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് എനിക്ക് പണം തീർന്നു, എൻ്റെ ഒരു പണം ഇല്ല, ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഐ റൺ ഔട്ട് ഓഫ് മണി എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഐ റൺ ഔട്ട് ഓഫ് മണി. അതേപോലെ കുറേ വരുന്നുണ്ട്, റൺ ഔട്ട് ഓഫ് വാട്ടർ. അതേപോലെ നമുക്ക് കുറേ എക്സാമ്പിൾസ് നമുക്കിത് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ.